ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് മൈ ഐപാഡ് ആണ്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആക്സസറീസ്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഐപാഡ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിന് ഒരു പേപ്പർ സ്ക്രീൻ കവർ കൊടുക്കുകയാണ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല. ഐപാഡിന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കാനുള്ള കാരണം പ്രോക്രിയേറ്റ് ആണ്. 5 വർഷത്തിന് മുകളിലായിട്ടോ ഞാൻ ഈ ഐപാഡ് വാങ്ങുന്നതും അതിൽ പ്രോക്രിയേറ്റ് വെച്ച് വരയ്ക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നത്. ഇറ്റ്സ് ബീൻ 5 ലോങ് ഇയേഴ്സ് ആൻഡ് ഫൈനലി മൈ ഡ്രീം കം ട്രൂ. സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ അങ്ങനെ തനിയെ സ്ക്രീൻ ഗാർഡൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ധാരണയൊന്നും ഇതിനെ പറ്റിയില്ല. ഇതിലവർ കാര്യമായിട്ട് ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് വായിച്ചിട്ടില്ല. കുറച്ച് വീഡിയോസ് കണ്ട എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. തന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കാത്തത് ഞാനിപ്പോൾ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിട്ടാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതിൽ കാര്യമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് വെറ്റ് വൈപ്സും സ്റ്റിക്കേഴ്സും പിന്നെ ബബിൾസ് വന്നാൽ അത് കളയാനായിട്ടുള്ളൊരു ടൂളുമാണ് കേട്ടോ. ഞാൻ ഡിസ്ക്ലൈമർ പോലെ ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കണ്ട് ആരും ഇത് അനുകരിക്കാതിരിക്കുക. സംഭവം അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ അങ്ങ് വിട്ടുപോയി. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം വിചാരിച്ചത് വോയിസ് ഒന്നും കൊടുക്കാതെ ASMR പോലെ ഒരു വീഡിയോ ചെയ്യാന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ വന്നിട്ട് 10 മിനിറ്റ് ലോങ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്ത് സംസാരിക്കും? എനിക്കാണെങ്കിൽ സംസാരിക്കാനും അറിയത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വോയിസിൽ ചിലപ്പോൾ പല വേരിയേഷൻസ് നിങ്ങൾക്ക് തോന്നാം. ചിലപ്പം ഹൈ ആയിട്ടും ചിലപ്പോൾ ലോ ആയിട്ടൊക്കെ തോന്നാം. അത് ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കാം. കുറേ നാളെ ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അങ്ങനെ ഒരു ലോങ് വീഡിയോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി സ്പീക്കിംഗ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ക്രീൻ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. 128 GB ഐപാഡ് A16 ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐപാഡ് വേണമെന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഐപാഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം ബാറ്ററി ലൈഫ് ഉണ്ട്. ഇത് അഫോർഡബിൾ ആണ്. പിന്നെ ഇതിൽ ഗെയിമിങ്ങും എഡിറ്റിങ്ങും ഡ്രോയിങ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഒരു എക്സ്പെൻസീവ് ഐപാഡിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ബബിൾസ് ഒക്കെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം എന്റെ കണ്ണിൽ പെട്ടത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇത് സംഭവം സ്ക്രീനിലുള്ള ഡസ്റ്റ് ഒക്കെ കളയാനുള്ള ഒരു സംഭവമാണ്. ഞാനത് യൂസ് ചെയ്യാൻ വിട്ടുപോയി. ഈ സ്ക്രീൻ ഗാർഡ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്റ്റെപ്പിൽ ഈ സ്ക്രീനിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് അതിന്റെ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതായിരുന്നു അത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഫ്രം ആമസോൺ. കണ്ടതിൽ വെച്ചിട്ട് നല്ല കളർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇത് ബേസിക് കേസാണ്. ആ ഒരു റേറ്റിന് ഇത് അത്യാവശ്യം നല്ല കേസാണ് കേട്ടോ. ഇതിൽ പെൻ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ഈയിടെ ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, ഈ ടോപ്പ് കമന്റർ എന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളെ ആരെയും എന്റെ വീഡിയോസിൽ കമന്റ് ചെയ്യാൻ കമ്പലേ അല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അപ്പൊ അതിലൊരു ക്ലാരിഫിക്കേഷൻ പറയണമെന്ന് തോന്നി. സോ ദാറ്റ്സ് ദാറ്റ്. അങ്ങനെ ഞാൻ കേസൊക്കെ ഇട്ട് നോക്കി, ഫോൾഡ് ചെയ്തൊക്കെ വെച്ച് നോക്കുകയാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു, Q&A ചെയ്യോ, ഫേസ് റിവീൽ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ അത്രക്കൊന്നും ആയിട്ടില്ലടാ. നമ്മുടേത് ഒരു പ്ലെയിൻ കേസ് ആണല്ലോ. അപ്പൊ കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് റിവീൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അതായത് ഭാവിയിൽ ഞാൻ ഇനി ചെയ്യുമോന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തായാലും ചെയ്യാൻ താല്പര്യമില്ല. ഏതോ 1-2 വീഡിയോസിൽ ചെറുതായിട്ട് എന്റെ ഫേസ് ഒന്ന് കാണുന്നുണ്ടെന്ന് അല്ലാതെ ഞാൻ ഫേസ് റിവീലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ടോ വീഡിയോസ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ജാം ജോയ്ക്കിന്റെ സ്റ്റൈലസ് പെന്നാണ്. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. എന്നാൽ ആപ്പിൾ പെൻസിലിന്റെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ആണെന്ന് വെച്ചാൽ അല്ല, ഒരിക്കലല്ല. അത്യാവശ്യം ബേസിക് ഡ്രോയിങ്സ് ചെയ്യാനും നോട്ട്സ് എടുക്കാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് അടിപൊളിയാണ്. ഇതിൽ വാറന്റി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് ആണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 3 നിബ്സ് വരുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്, മാഗ്നറ്റിക് ആണ്. നമ്മൾ മുന്നേ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ഞാൻ അത് ഗോ ത്രൂ ചെയ്യാണ്. എങ്ങനെയാണ് കേട്ടോ നിബ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇൻസ്ട്രക്ഷൻ മാനുവൽസ് പിന്നെ പണ്ടേ വായിച്ചു നോക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണ്. ഡബിൾ ടാപ്പ് ചെയ്താൽ ഓൺ ആവും. ഓക്കെ, നൈസ്. പിന്നെ ഇത് മാഗ്നറ്റിക് ആണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതും നൈസായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഓൺ ഓഫ് ഒക്കെ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ആയിട്ടാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നൈസാണ്. ആദ്യം ഞാനത് ബട്ടണാണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾക്ക് ബാറ്ററി ലെവൽസ് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്സസറിയിലോട്ട് പോവാം.
അടുത്തായിട്ട് ഒരു ഐപാഡ് സ്ലീവാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ കിട്ടിയതിൽ നിന്നൊക്കെ ഇത് കിട്ടാനായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഈ ഗിങ്ങാൻ പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ദിസ് വാസ് ഫോർ അബൌട്ട് അറൌണ്ട് 700 to 800 അങ്ങനെ ആ റേഞ്ചിലാണ്. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ കുറേ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഞാൻ അതൊക്കെ നോക്കണം കേട്ടോ. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ആഗ്രഹം ഇതിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാന്ന്. അപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഈ സ്ലീവിൽ തന്നെ നടുക്കായിട്ട് പെൻ ഹോൾഡർ ഒക്കെ വരുന്നുണ്ട്, വിച്ച് ഈസ് നൈസ്. കേസോട് കൂടിയിട്ടുള്ള ഐപാഡ് വെക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, കൊള്ളാം. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ആക്സസറീസ് ഒക്കെയാണ് കേട്ടോ ബേസിക് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഐപാഡ് ആക്സസറീസ്. എനിക്കെന്തോ ഇത് ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരു സൈഡിലായിട്ട് സ്റ്റിക്കർ ബുക്കും കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇത് സെറ്റാക്കി ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാൻ കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേസ് ബ്ലൂ ആയതുകൊണ്ട് ഞാൻ സ്ലീവും ബ്ലൂ തന്നെ വാങ്ങി. അങ്ങനെ മൊത്തത്തിലൊരു ബ്ലൂ മയം തന്നെ പിടിച്ചു. ഈ ഒരു പാട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പുറത്തുള്ള പോക്കറ്റ് ഞാൻ വെറുതെ വിട്ടില്ല. ഞാൻ അവിടെയും എനിക്ക് വെക്കാൻ പറ്റുന്നൊക്കെ വെച്ച് നോക്കി. ഐ എം എൻജോയിങ് ദിസ് മൊമെന്റ് സത്യം പറഞ്ഞ. ഓക്കെ ശുഭം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സിപ്പ് ഞാൻ നോട്ടീസ് ചെയ്തത്. അങ്ങനെ ഞാൻ അതും വെറുതെ വിട്ടില്ല. അവിടെ ഇട്ട് ഞാൻ ഈ ഒരു ചാം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ചാം ഇട്ടതിൽ പിന്നെ എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ പെൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാലോ. ആഹാ, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ദിസ് ഈസ് മൈ എന്താ പറയുക ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. ഞാൻ ഇതിൽ ഓൾറെഡി കുറച്ച് ആപ്സും യൂട്യൂബൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് പേപ്പറിലേക്ക് സ്ക്രീൻ ഗാർഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നെസ്സിനെ കുറച്ച് ഒരു പൊടിക്ക് ഡിം ചെയ്യും. നോർമൽ സ്ക്രീൻ പ്രൊട്ടക്ടർ ആണെങ്കിൽ ഈ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. കംപ്ലീറ്റ് ലുക്ക് കാണിക്കാണ്. ഇത് വന്നിട്ട് ഞാൻ 1 വർഷം മുന്നേ മെലീസോന്ന് വാങ്ങിച്ചിട്ടുള്ള മാറ്റാണ്. പക്ഷെ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഈ ചെയർ വന്നിട്ട് ഐക്കിയുടെ. സത്യം പറഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ ഒരു വ്യൂ ഇതിങ്ങനെ ആസ്വദിക്കാൻ കേട്ടോ. അതാണ് ഈ സൂം ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ കാണിക്കുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഐപാഡിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വാൾപേപ്പറും ഹോം സ്ക്രീനൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വിജറ്റ്സും വാൾപേപ്പേഴ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു തീമിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് എങ്ങനെ ഐസ്ക്രീൻ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതൊരു പെയ്ഡ് ആപ്പാണ്. പക്ഷേ പല ഫീച്ചേഴ്സും നമ്മൾക്ക് ആഡ്സ് ഒക്കെ വാച്ച് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ ഹോം സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലുള്ള കുറച്ച് ആപ്സ് ഒക്കെ റിമൂവ് ചെയ്യാണ്. ഡിലീറ്റ് ആക്കല്ല, റിമൂവ് ചെയ്യാണ് സ്ക്രീനിൽ നിന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐപാഡ് സെറ്റ് ചെയ്യുന്നതും ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പെൻ വെച്ചിട്ട് കുറച്ച് എഴുതി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്കിഷ്ടമായി, നല്ല സ്മൂത്തായിട്ട് എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം ഞാൻ ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുമാത്രം പോരാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. Until next video, bye.